നിങ്ങൾ എത്ര പേര് NIOS എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാകും? NIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇതാണ് NIOS. വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആക്ച്വലി ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഒരു ഇൻഫർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ എന്ന് മാത്രം പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രൗഡ് മൊമെൻറ്റ് അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഇൻഫർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. നിങ്ങൾ എത്ര പേര് NIOS എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാകും? NIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇതാണ് NIOS. എൻ്റെ ഉമ്മ ചെറുതിലേ വന്നിട്ട് 10th സ്റ്റാൻഡേർഡ് വരെ ഉമ്മാക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉമ്മാക്ക് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി പല സിറ്റുവേഷൻസും കാരണം കൊണ്ടിട്ട് ഉമ്മാക്കത് പഠിക്കാനായിട്ട് മാത്രമല്ല സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. 10th ഫിനിഷ് ചെയ്തു, 10th പാസ്സായി. പക്ഷെ വേറെ ഫാമിലി സിറ്റുവേഷൻസ് കാരണം കൊണ്ടിട്ട് ഉമ്മാക്ക് പിന്നെ അത് ഫോർവേഡ് പോയി അടുത്ത് +2 ഒന്നും എഴുതിയെടുക്കാനോ ഒന്നും പറ്റിയില്ല. ചെറുതിലേ തൊട്ടേ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഉമ്മാക്ക് എപ്പോഴും ഒരു വിഷമമായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് +2 പഠിക്കാൻ പറ്റിയില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എപ്പോഴും പറയും. ഉമ്മ ഇങ്ങനെ പറയും, പണ്ടൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ നോക്കുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും, ലൈക്ക് എന്നെ കൊണ്ടത് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ എൻ്റെ ഫാദറൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഹൗസ് വൈഫായിട്ടല്ല, ഫാദർ ബിസിനസ് ചെയ്യാണ്. അപ്പോൾ ഫാദറിനെ ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് എൻ്റെ ഉമ്മായി. പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും 12th കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് മാത്രമല്ല എനിക്ക് ഫ്യൂച്ചറിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം ഉമ്മാക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ചെറുതിലേ തൊട്ടിട്ടേ ഉമ്മ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞു തന്നെയായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന കാര്യം ഉമ്മ ഒരുപാട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ അത് കേട്ട് വളർന്നുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുനാളിലൊക്കെ നമ്മൾ 4 മണിയാകുമ്പോഴത്തേക്കും ഉമ്മ നമ്മളെ എണീപ്പിച്ച് വിടും, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ. എന്നിട്ട് പഠിക്കാനായിട്ട് എത്തും. എന്നിട്ട് രാവിലെ, ബിക്കോസ് ഞാൻ നേരത്തെ കടന്നുറങ്ങുന്ന ഒരു ടൈപ്പാണ്, ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും. എന്നൊരു 4 o'clock ആകുമ്പോൾ ഉമ്മ എണീപ്പിക്കും. എന്നിട്ട് ഉമ്മ എൻ്റെ കൂടെ ഇരിക്കും. നൈറ്റ് എല്ലാവരും ഉറങ്ങുന്നവരെ ഉമ്മ ഇരിക്കും. എന്നിട്ട് മോർണിംഗ് എൻ്റെ കൂടെ എണീറ്റ് എനിക്ക് പാലൊക്കെ കാച്ചി തന്ന് എന്നെ ഇങ്ങനെ പഠിക്കാനായിട്ട് ഇരുത്തും. എന്നിട്ട് സ്കൂളിൽ പോകുന്നവരെ ഉമ്മ കാണും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ ഫ്രഷപ്പായിട്ട് തിരിച്ചും പഠിക്കാനായിട്ട് കൊണ്ടുവരും. ഉമ്മ നമ്മുടെ കൂടെ ഇരിക്കും. ഉമ്മ ഇങ്ങനെ TV സീരിയലോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് മൂവീസ് കാണും, അങ്ങനെയൊന്നും ചെയ്യലില്ല. കാരണം ഉമ്മ എപ്പോഴും പറയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉമ്മാക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ ഒരു ഫീലിംഗ് ഉമ്മാക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ സിസ്റ്ററിനെ അതുപോലെ തന്നെയായിരുന്നു ഉമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മക്ക് എപ്പോഴും മൈൻഡിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ലൈക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം. ബിക്കോസ് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, 10th ഫിനിഷ് ചെയ്തു, 10th പാസ്സായി. പക്ഷെ പിന്നെ പഠിക്കാൻ പറ്റിയില്ല എന്നതിന് നമുക്കൊരു സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ ഇങ്ങനെ ഓപ്പൺ സ്കൂളിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്സിൽ വായിക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണ്, ഇതൊക്കെ ഉള്ളതാണോ എന്ന കാര്യം, ഇതൊക്കെ എങ്ങനെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിലൊരു തോട്ട് ഉണ്ടാവും, ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉമ്മായും കൂടെ പഠിപ്പിക്കാമായിരുന്നു എന്ന മാതിരി ഒരു ഫീലിംഗ് നമ്മുടെ മൈൻഡിൽ എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന കാര്യം പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ പോയിന്റിൽ. എൻ്റെ ഉമ്മ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. ഉമ്മ പഠിച്ചിരുന്നതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളം എന്ന് പറയുന്നത് ഒരുവിധം ഓക്കെയാണ് എഴുതാനൊക്കെ. 3rd സ്റ്റാൻഡേർഡ് വരെ എന്തോ മലയാളം പഠിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഫുൾ തമിഴ്നാട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തൊക്കെ പോസിബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഉമ്മക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഇടയിൽ ഇങ്ങനെ ഉമ്മ പറയും നിങ്ങൾ +1 പഠിക്കുമ്പോഴത്തേക്കും എനിക്കും +1 പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി അതൊരു പറയുന്നൊരു കാര്യമല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യം പിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാൻ അതുവരെ. ശരിക്കും എനിക്ക് അറിയത്തുമില്ലായിരുന്നു. പഠിച്ച് ഞാൻ ആക്ച്വലി എൻ്റെ MBBS കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ BSc കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. സിസ്റ്റർ കോളേജിൽ നിന്ന് എങ്ങനെയോ കേട്ട ഒരു വിവരമായിരുന്നു ഇതുപോലെ നമുക്ക് NIOS എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ആൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഇത് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ബിക്കോസ് ഇത്രയും നാൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത ഒരാൾ
ആൾക്ക് ഇത്രയും വലിയൊരു ആഗ്രഹമായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്കൊന്ന് ഇത് ശരിക്കും പോസിബിൾ ആണോ, ഉമ്മയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു 12th ഫിനിഷ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു ഡിഗ്രിക്ക് ചേരുക എന്ന് പറയുന്നത് വാസ് എൻ ഈസി തിങ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 10th ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരാൾ +2 പഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പോസിബിൾ ആവുന്ന കാര്യമായിരുന്നു കൺഫ്യൂഷൻ. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യത്ത് കേട്ടപ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ആ രീതിയിൽ റിസർച്ച് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചു. ഈ ഓപ്പൺ സ്കൂളിങ് എന്താണെന്ന് മനസ്സിലാക്കി. ആദ്യം നമുക്കൊരു ഫിയർ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത് ശരിക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യമാണോ അതോ ഇത് ചുമ്മാ എന്തെങ്കിലും അങ്ങനെ നമുക്കിത് പറയാൻ പറ്റും ഒരു പറ്റിപ്പാണോ എന്ന കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് വഴി തന്നെ നടത്തുന്ന ഒരു കാര്യമാണ്, ഇതൊരു പറ്റിപ്പോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, ഇതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലായത്. +2 നമ്മൾ സാധാ നോർമൽ രീതിയിൽ ഫിനിഷ് ചെയ്യുന്നതും ഓപ്പൺ സ്കൂളിംഗ് വഴി ഫിനിഷ് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസസ് ഒന്നും ഇല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇത് എങ്ങനെ നമ്മളിത് ചെയ്യും, കാരണം ഇതിനിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാംസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തനിയെ ഇരുന്ന് ഡീൽ ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് അതിന് പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ ഫോളോ ചെയ്ത് അവർ വഴി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്ത് അവർ നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ NIOS എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിപ്പെട്ടത്. June 18th ലാസ്റ്റ് ഇയർ എൻ്റെ ഉമ്മ NIOS പാസ്സായി. ആക്ച്വലി അത് വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ഒരു സ്കോറോടുകൂടി തന്നെ ഷീ പാസ്ഡ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അന്ന് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആൻഡ് ഇന്ന് ആക്ച്വലി ഉമ്മാക്ക് ആ NIOSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ എന്താ പറയുക, അതെങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. ബിക്കോസ് അത്രയും ഉമ്മ ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത്രയും കാലം ചെയ്ത ആ ഡ്രീമിൻ്റെ ഒരു ഫലമാണ്. നമ്മളൊരു ചെറിയൊരു ഏജിൽ പഠിക്കുന്നതിനും ഈ ഏജിൽ പഠിക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആൾക്ക് ശരിക്കും 10th എഴുതി കഴിഞ്ഞിട്ട് 25-30 ആ ഒരു ഇയേഴ്സ് അടുപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ തിരിച്ച് +2 എക്സാം എഴുതുന്നത്. അപ്പോൾ അത്രയും നാൾ പഠിക്കാതിരുന്ന ഒരാൾ പഠിച്ചെഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ്. അതും നോർമലി ഒരു ചെറിയ കുട്ടി ഇരുന്ന് പഠിക്കുന്ന പോലെ അല്ലല്ലോ. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് കടയിൽ വാപ്പാടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെ ഇടയിൽ വീട്ടിലെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് വേറെ അങ്ങനെ ഹെൽപ്പേഴ്സോ അങ്ങനെ ഒന്നുമല്ല, ഉമ്മ തന്നെയാണ് മെയിനായിട്ട് അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പഠിത്തം എല്ലാം കൂടെ ചേർന്നിട്ട് ഉമ്മ ഞാനിങ്ങനെ നോക്കുമ്പോൾ ചില ദിവസം മോർണിംഗ് ഒക്കെ ഞാനിങ്ങനെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും കിച്ചണിൽ ഇങ്ങനെ ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കും. പഠിക്കാനുള്ള കാര്യങ്ങൾ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇല്ലേ, ഉമ്മ അത് കേട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉമ്മ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ തമിഴായിരുന്നു ഉമ്മയുടെ സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം പോലും അല്ല. ആ ഉമ്മ മലയാളം അത്രയ്ക്ക് നല്ല രീതിക്ക് എഴുതി പഠിച്ച് ആ രീതിയിൽ. NIOSൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷേ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബാക്കി ലാംഗ്വേജസ് മലയാളം ചൂസ് ചെയ്യാം. അപ്പോൾ മലയാളം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഉമ്മ അത് മലയാളത്തിലും എഴുതി, പിന്നെ അതുപോലെ ഇംഗ്ലീഷ് എല്ലാ സബ്ജക്ട്സും. പിന്നെ ഉമ്മയുടെ സബ്ജക്റ്റ് ആക്ച്വലി ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഇതെല്ലാം ആക്ച്വലി പഠിച്ച ടച്ച് ഒരുപാട് വിട്ടുപോയിട്ടുണ്ടാവണമല്ലോ. ബട്ട് അങ്ങനെ ഒരു ഡിഫറൻസേ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉമ്മ അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ ഉമ്മ അത് എക്സാം എഴുതി ആൻഡ് ഉമ്മ അത് പാസ്സായെന്ന് ഓർക്കുമ്പോൾ ശരിക്കും എത്രമാത്രം ഞാൻ പ്രൗഡാണെന്ന കാര്യം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇന്ന് ഉമ്മ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. സോ ആ മൊമെൻറ്റിൽ ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിച്ചൊരു കാര്യമാണ്. കാരണം ഇതുപോലെ ഉമ്മയെപ്പോലെ ഇതിനെപ്പറ്റി അവെയർ ആയിട്ട് ഉണ്ടാവാത്ത, പക്ഷേ ഒരുപാട് ഡ്രീം ചെയ്തിട്ടുണ്ടാവുന്ന, ഇതുപോലെ +2 കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രീം ചെയ്തിട്ടുണ്ടാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. സോ അവർക്ക് ഇതെന്താണ് ഈ കോഴ്സ് എന്ന് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരിൽ ആർക്കെങ്കിലും ഒക്കെ ഇതൊരു എന്താ പറയുക ഒരു ഹെൽപ്പായാലോ, ലൈക്ക് അവരുടെ ആഗ്രഹം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. NIOS എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്കിപ്പോൾ ഒരു റെഗുലർ രീതിയിൽ നമുക്ക് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക്, അതായത് ഇപ്പോൾ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് കാരണമോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണമോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാരണം അവരുടെ റെഗുലർ സ്കൂളിംഗ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് പോലെ അവർക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് NIOS അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത ഒരു കാര്യം എന്ന്
പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒരുക്കി കൊടുത്ത കാര്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇതെന്ന് പറയുന്നത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നോർമലി സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഒരു +2 എഴുതി എടുക്കുന്നവർക്കും NIOS വഴി കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നവർക്കും രണ്ടുപേർക്കും ഒരു ഡിഫറൻസ് വരത്തില്ല. രണ്ടുപേർക്കും NIOS കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ PSC അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൊന്നും യാതൊരു റെസ്ട്രിക്ഷനും NIOSനില്ല. ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ചിലർക്ക് +2 ഫെയിലായിട്ട് നിൽക്കുന്നവരും ചിലർ NIOS എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സമയം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇല്ലേ, അവർ വേണമെങ്കിൽ NIOS എഴുതി +2 എഴുതാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ഏജിലുള്ളവർക്കും ഈ എക്സാം എഴുതാവുന്നതാണ്. ഈ എക്സാം മാത്രമല്ല, ഈ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇത് ഇവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ്സിനോ ഹയർ സ്റ്റഡീസിനോ പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നിനും ഈ NIOS ഒരു റെസ്ട്രിക്ഷൻ അല്ല. NIOS പാസ്സായി കഴിയുന്ന ഒരാൾക്ക്, +2 പാസ്സായി കഴിയുന്നവർക്ക് 10th +2 ഉണ്ട്. അപ്പോൾ 10th പാസ്സാവുന്ന ആൾക്കാണെങ്കിലും +2 പാസ്സാവുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് ഗവൺമെൻറ് ജോബ്സിനോ എന്ത് കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇതൊരു റെക്കഗ്നൈസ്ഡ് ബോർഡാണ്. ഇത് ചുമ്മാ ഒരു ഇതല്ല, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ ഇതിന് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾസ് ആണ്. നമുക്ക് എന്താ പറയുക, ബാക്കി കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലാണ് അവരിത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കോഴ്സ് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ എടുക്കാൻ പറ്റും എന്നതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ മലയാളം, അങ്ങനെ പല ലാംഗ്വേജസിലും നമുക്കിത് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരിക. ഇതിന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സപ്പോർട്ട് രണ്ടും അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ട് പഠിക്കാനുള്ളവർക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാനുള്ളവർക്ക് ഓൺലൈനായിട്ട് പഠിച്ച് എക്സാം എഴുതിയാൽ മതി. ഓൺലൈനായിട്ട് പഠിക്കാന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ ചില ക്ലാസ്സസ് വെക്കും, അത് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ ബുക്സ് എല്ലാം നമുക്ക് നമ്മളെ തന്നെ റീച്ച് ചെയ്യും. നമ്മൾ ഇവരുടെ അടുത്ത് അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ആ വഴി ഇവരുടെ ബുക്സും ഒക്കെ +2ൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ബുക്സൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ റീച്ച് ആവും. അതെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് എക്സാം എഴുതുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാംസ് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NIOSൻ്റെ സെൻറ്റേഴ്സ് ഉണ്ടാവും. അതായത് ചില സ്കൂളുകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ സ്കൂളുകളുണ്ടല്ലോ, ആ സ്കൂളുകളിലൊക്കെ വെച്ചിട്ടായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ആ സമയത്ത് നമ്മൾ പോയി ആ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. സബ്ജക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഉമ്മയുടെ സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഉമ്മക്ക് തിയറി പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ പ്രാക്ടിക്കൽ എക്സാംസും ഉണ്ടാവും. പ്രാക്ടിക്കൽ എക്സാംസ് ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ക്ലാസ്സസും ഉണ്ടാവാനാണ് സാധ്യത. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. എല്ലാ സബ്ജക്ട്സും ഉണ്ടല്ലോ +2ൽ. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ എക്സാംസ് ഉള്ളവർക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഉണ്ടാവും. NIOS വാലിഡ് ആണോ എന്നതായിരിക്കും എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. പക്ഷേ NIOS 100% വാലിഡ് ആണ്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത കാര്യമാണ്. പിന്നെ ഗവൺമെൻറ് ജോലികൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിനോ ഒന്നും ഇതൊരു പ്രോബ്ലംസും ഉണ്ടാക്കില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനും NIOS അപ്രൂവ്ഡ് ആണ്. പിന്നെ ഇതൊരു റെഗുലർ സ്കൂൾ പോലെ അങ്ങനെ ഒരു പ്രഷേർഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യം, കാരണം ഇതിപ്പോൾ എഴുതുക എന്ന് പറയുന്നത് പലരും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വീട്ടിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിന് അവർക്ക് പറ്റുന്ന ഷെഡ്യൂളിൽ പഠിക്കാൻ പറ്റുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഇവർക്ക് വന്നിട്ട് എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല പഠിത്തത്തിന് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ NIOS എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ 10th ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കോ +2 ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കോ ആണെന്നുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും പഠിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അത് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി ഞാൻ അവെയർ ആയിരുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി അവെയർ ആയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ അങ്ങനെ ഒരു കാര്യം എവിടുന്നോ കേട്ടിട്ട് വന്ന് എൻ്റെ അടുത്ത് പറയുന്ന സമയത്താണ്. അപ്പോൾ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാം എല്ലാവർക്കും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ഇതിൻ്റെ ഉമ്മാക്ക് ഹോൾ ടിക്കറ്റ്സ് വരും, അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനും ഒക്കെ പോകുമ്പോൾ പലരും ഇങ്ങോട്ട് ചോദിക്കലുണ്ട്, ലൈക്ക് ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലരുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇത് അതിശയമാണ്. എനിക്കറിയില്ല, ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തൊരാൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലൊരു അമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്താ പറയുക, എനിക്ക് +2 ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10th ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഏജ് ലിമിറ്റ് ഉള്ള കാര്യമല്ലല്ലോ. അവർക്കത് ഫിനിഷ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയെന്നുണ്ടെങ്കിൽ, മേ ബി ഞാൻ ഈ പറഞ്ഞ ഇത് കേട്ടിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും കിട്ടി, ആർക്കെങ്കിലും ഇത് കാരണം ഒരു ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ അതും എനിക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തന്നെ ആയിരിക്കും.
യൂസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓപ്പൺ സ്കൂളിംഗ് മാത്രമായിട്ടല്ല തോന്നുന്നത്. അത് ശരിക്കും ഒരു ഓപ്പൺ ഡോർ ആയിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ നമ്മുടെ മുന്നിൽ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു ഡോറ് ക്ലോസ്ഡ് ആയി അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പൺ ഡോറായിട്ട് NIOS സെർവ് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മാക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉമ്മാക്കിരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് എപ്പോഴും അതൊരു മൈൻഡിലൊരു വിഷമം തന്നെയായിരുന്നു. ലൈക്ക് എപ്പോഴും ഉള്ളൊരു വിഷമം തന്നെയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. വാപ്പായും നമ്മളും ഒക്കെ വളരെ ഹാപ്പിയാണ്, വളരെ സപ്പോർട്ടീവാണ്. പക്ഷേ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കിനി എഡ്യൂക്കേഷൻ എടുക്കാം, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതെന്ന് പറയുന്നത് വേറെ തന്നെ ഫീലിംഗ് ആണ്. നമ്മൾ വഴി ഉമ്മയുടെ ഡ്രീംസ് അച്ചീവ് ചെയ്തു എന്ന് ഉമ്മ പലപ്പോഴും പറയലുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉമ്മ വളരെ ഹാപ്പി ആയി എന്ന് പറയലുണ്ട്. പക്ഷേ എന്നാലും സ്വയമേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ടല്ലോ. പക്ഷെ ആ തോന്നൽ ഇപ്പം എൻ്റെ ഉമ്മാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ഈസ് വെരി പ്രൗഡ് ആൻഡ് വി ആർ ഓൾ പ്രൗഡ് ഓഫ് ലൈക്ക് ഇത്രയും ഉമ്മാക്ക് അത് ഫിനിഷ് ചെയ്തതിൽ ശരിക്കും എന്താ പറയുക, എൻ്റെ ഈ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കഴിഞ്ഞിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്യാതെ ഇനിയും മേൽക്കൊണ്ട് പഠിക്കണം എന്നൊരു ഡ്രീമോടെയാണ് ഉമ്മ നിൽക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി എന്താ പറയുക, അത് ശരിക്കും ഭയങ്കര അതും ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ എനിക്ക് ഇത്രയും തന്നെയായിരുന്നു ഞാനൊന്ന് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. ഇന്ന് ശരിക്കും ഉമ്മാക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ഉമ്മ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് അയക്കുമ്പോൾ ഉമ്മ അത്രയും ഹാപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലൊരു ഫീലിംഗ് തോന്നി, ലൈക്ക് ഇതുപോലെ ആർക്കെങ്കിലും എൻ്റെ ഉമ്മയുടെ സിറ്റുവേഷനിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിധത്തിലൊരു ഇൻഫർമേഷൻ ആയാലും മേ ബി അത് അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഗുണം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് NIOSനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം. ബിക്കോസ് ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ റിസർച്ചും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ ഇത് ഫിനിഷ് ചെയ്തതുമാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതൊരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ജോയിൻ ചെയ്തത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസോ എന്ത് കാര്യങ്ങൾ ആർക്കറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.